ഹായ് ഹലോ അസ്സലാമലൈക്കും. നൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ? സുഖമല്ലേ? ഞങ്ങൾക്കും ഇവിടെ സുഖമാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ എന്തൊക്കെയുണ്ട് ഇന്നത്തെ നമ്മളെ വീഡിയോ? ഒരു ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കാമെന്ന് കരുതിക്കാട്ടോ. വെള്ളിയാഴ്ച ദിവസം വെജിറ്റബിൾ ഡേ ആണ് ഇവർക്ക്. അപ്പം സ്കൂളിൽ ഇറച്ചി മീനൊന്നും കൊണ്ടുപോകാൻ പറ്റൂല. അപ്പം ഇന്ന് പച്ചടി ഇല്ലൊരു പാഠം എടുത്തിരുന്നു. അപ്പം മിസ് ഓലോട് പറഞ്ഞത്രേ നമുക്ക് ഈ പാഠം വായിച്ച് പഠിച്ചിട്ട് വെള്ളിയാഴ്ച നമുക്ക് പച്ചടി എല്ലാവരും വെച്ച് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിരുന്നു പറഞ്ഞു. അപ്പം അങ്ങനെ ഇന്ന് പച്ചടി വേണമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് പച്ചടിയാട്ടോ. അപ്പം രാവിലെ തന്നെയാണ്. അപ്പം ഇന്ന് നമുക്ക് റവ കൊണ്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ആദ്യം അതുണ്ടാക്കുക. പിന്നെ ഞാൻ ബീട്രൂട്ട് അരിഞ്ഞ് അടുപ്പത്ത് വെച്ചിരിക്കണ്. അതവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ ഇത് നമുക്ക് ഈ റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാം. അപ്പം ഞാനിങ്ങനെയായിട്ട് ഉണ്ടാക്കൽ. ഇതിക്ക് ക്യാരറ്റ് ഇടലുണ്ട്. ക്യാരറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ചെറിയ ഉള്ളി, പിന്നെ മുളക്, കടുക്, കറിവേപ്പില, അതൊക്കെ പാടെ കൂട്ടി പയറും ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഞാൻ ഇടലുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഇടലൊന്നുമില്ല. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചിട്ട് പിന്നെ ഞാൻ റവ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒന്ന് വറുത്തു. കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടോ. കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും അങ്ങനെ അതിലിട്ട് നല്ലോണം ഒന്ന് വറുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ ചൂടില്ല വെള്ളമാട്ടോ ഒഴിച്ച് കൊടുത്ത്. പിന്നെ തേങ്ങ ഞാൻ കുറച്ച് ചിരകി വെച്ചിരുന്നു. തേങ്ങ ഇടുന്നുണ്ട്. തേങ്ങ ഇട്ടുങ്ങാണ്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കിയിട്ടാണ് കേട്ടോ വെള്ളം ഒഴിച്ച് കൊടുത്തത്. അതിങ്ങനെ കടിച്ചുമ്പോൾ അതൊരു ടേസ്റ്റ്. അങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കൽ. ഞാൻ അങ്ങനെ വല്ലാതെ എപ്പോഴൊന്നും ഉപ്പുമാവ് ഉണ്ടാക്കലില്ല. എന്നെങ്കിലൊക്കെ ഉള്ളു ഉണ്ടാക്കൽ. അപ്പോൾ നമ്മളെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി കഴിഞ്ഞിരിക്കണ്. അപ്പോഴാണ് അങ്ങനെ ആകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയല്ലേ ഓരോരോ ഇത് നമുക്ക് തിരിയലുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ദോശ, ഇഡ്ഡലി, ചട്ടിനി ആണുകൊണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളെ റവ നല്ല ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അതവിടെ കിടന്ന് സെറ്റാകണം. അപ്പോൾ ഇത് ഞാൻ ഉപ്പിടാൻ മറന്നേനു കേട്ടോ. ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മളെ പച്ചടിക്കില്ലേ തേങ്ങ കുറച്ച് അരക്കണമല്ലോ. അപ്പം അതിന് വേണ്ടിയാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് ചെറിയ ജീരകം, തേങ്ങ, പച്ചമുളക്, 2 കറിവേപ്പിൻ്റെ 2 ഇല, ഇതൊക്കെ പാടെ കൂട്ടിങ്ങാണ്ട് നമുക്ക് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളത് അരച്ചിങ്ങാണ്ട് ഇതിന് ഇവിടെ വെന്തിന്നു. ഇത് ഈ ബീട്രൂട്ടും വേണമെങ്കിൽ നമുക്ക് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് ആട്ടുമൊക്കെ ചെയ്യാം. ഞാനത് ചെറുതാക്കിയാണ് അരിഞ്ഞേക്കണം. അതുകൊണ്ട് ഞാൻ ഒന്ന് അരച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇങ്ങനെ അതയക്കാണ്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ്. ഇങ്ങനെ ആയാലും രസമുണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല. അപ്പം നമുക്ക് ഈ തേങ്ങ അതിൽ കിടന്നുകൊണ്ട് നല്ലോണം ഇളക്കി ഇതാക്കിയിട്ട് നമുക്കിതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. തൈര് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേന് നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചട്ടി നല്ല ചൂടുണ്ടല്ലോ. ഈ മോരൊക്കെ വേഗം കട്ടയാവും അല്ലെങ്കിൽ. അപ്പോൾ പിരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫാക്കിയാണ്, ചട്ടി ചൂടുണ്ടല്ലോ, ഓഫാക്കിയിട്ടാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ അതേക്ക് ഒഴിച്ചു കൊടുത്തിക്കാം കേട്ടോ. എത്ര മതി. ഇനി നമുക്കിതിക്ക് ഇത് ഇറക്കി വെച്ചങ്ങാണ്ട് ഇതൊന്ന് താളിച്ച. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ ഉണ്ടാക്കൽ? ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് തരുമുണ്ട് കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളെ ഓരോരുത്തരെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമുക്ക് അതിലേക്കുള്ള
കടു വറുത്തു, കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു, 2 വറ്റൽമുളക് മുറിച്ചിട്ടതും കൂടി ഇട്ടുങ്ങാണ്ട് താളിച്ചൊഴിച്ചാട്ടോ. അതും കൂടി ആകുമ്പോൾ നമ്മളെ പച്ചടി ഇവിടെ റെഡി. പിന്നെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻ്റ് ഇടുകൊണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.